ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെന്റ്സ്. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു ഗാർഡൻ. ചെറിയ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാൽക്കണിയിലുള്ള ഗാർഡനാണ്. ഭയങ്കരമായിട്ട് കാട് പിടിച്ച് ചെടികളൊക്കെ ഒരുമാതിരിയായി. ആ താഴെ പിടിച്ചിരിക്കുന്ന ഗ്രാസ് എല്ലാം പൊടി പിടിച്ചു, ഒരു സുഖമില്ല. എല്ലാ ചെടികളും ചിലതൊക്കെ മഞ്ഞച്ചു തുടങ്ങി. അപ്പം റീപോട്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റീപോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തു. ആമസോണിൽ കയറിയിട്ട് മണ്ണ് റീപോട്ടിങ് സോയിലും ഒരു ചാണകപ്പൊടിയും ഓർഡർ ചെയ്തു. ഒരു 5 kg ഓൾറെഡി മണ്ണുണ്ടായിരുന്നല്ലോ. ഈ പോട്ടിലൊക്കെ മണ്ണുണ്ട്. അപ്പം ആ പോട്ടിലെ മണ്ണും മറ്റേതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് റീപോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തു. അത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓർഡർ ചെയ്ത് ഉദ്ദേശിച്ച ദിവസത്തിനേക്കാൾ 2 ദിവസത്തിന് മുമ്പ് ഏതായാലും എത്തി സാധനം. അപ്പം ഞാനിതുപോലെ ഒരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് പഴയ ബെഡ്ഷീറ്റ് വിരിച്ച് അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പറും വിരിച്ചിട്ട് എല്ലാ ചട്ടികളിൽ നിന്നും നമ്മൾ മാറ്റാൻ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചട്ടികളെല്ലാം മണ്ണെല്ലാം തട്ടി ഒരു ബക്കറ്റിനകത്തോട്ടാക്കി അതിൽ കുറച്ചുകൂടി ചാണകപ്പൊടി മിക്സ് ചെയ്ത് പോട്ടിംഗ് സോയിലും കൂടി മിക്സ് ചെയ്ത് എല്ലാ ചെടികളും റീപോർട്ട് ചെയ്യാണ്. അപ്പോൾ വേണ്ടാത്ത ചെടികളൊക്കെ കളഞ്ഞ് നല്ല ചെടികൾ മാത്രം വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ വെച്ചു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ എല്ലാ ചെടികളും നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒന്നും കളയാൻ തോന്നിയില്ല. അപ്പോൾ എല്ലാം തന്നെ റീപോർട്ട് ചെയ്ത് എടുത്തു. പക്ഷെ ഇത് പണി തുടങ്ങി പക്ഷെ ഞാനങ്ങ് പെട്ടുപോയിട്ടോ. ഒറ്റയ്ക്ക് ചെയ്യുക ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ ചട്ടികൾ മാറ്റാൻ തന്നെ നല്ല ഹെവിയാണ്. ഒന്നാമത് നടു എൻ്റെ പോയിരിക്കുന്നൊരു നടുവാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്തപ്പോൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയി. മോള് പറഞ്ഞായിരുന്നു മോൾക്ക് അവധി ഉള്ളപ്പോൾ ചെയ്യാന്ന്. പക്ഷെ മണ്ണ് വന്ന സ്ഥിതിക്ക് പിന്നെ ഗണപതി പൂജയും പൂവിടലും എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല പിന്നെയെന്നറിയാം. അത് കാരണം വിനായക ചതുർത്ഥിക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് മനസ്സിൽ ഉറച്ച തീരുമാനത്തിൽ അങ്ങ് തുടങ്ങിയതാട്ടോ. എന്തായാലും പൂർത്തീകരിക്കാൻ പറ്റി. ഞാനിതെല്ലാം കൂടി ഇളക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് തീരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്താവും എന്ന് അറിഞ്ഞുകൂടാണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഇത് എല്ലാം നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വേണ്ടാത്തതൊക്കെ ചില ചെടികളൊക്കെ 2ആയിട്ട് പകർത്തൊക്കെ ചെയ്തു കേട്ടോ. ഇതുപോലെ ഫോണൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ അതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്ത് അവനെ കട്ട് ചെയ്തൊക്കെ ചെയ്തു. അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭാഗ്യത്തിന് മഴ പെയ്തില്ല കേട്ടോ. മഴ പെയ്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ ബാൽക്കണിയിൽ ഇരിക്കാൻ പറ്റില്ല. ചാറ്റിലടിച്ച് ഒരു രക്ഷയും കാണില്ല. പക്ഷെ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. പക്ഷെ ഇത് കഴിഞ്ഞ ആ ദിവസം രാത്രി, ഇത് ഇന്നലെ ആയിരുന്നു സംഭവം. അന്ന് രാത്രി തന്നെ പോട്ട് ചെയ്ത രാത്രി തന്നെ നല്ല പോലെ മഴ പെയ്തു. അത് ഏതായാലും നന്നായി. ഭയങ്കര വെയിൽ വന്നിരുന്നെങ്കിൽ ഈ റീപോർട്ട് ചെയ്തതൊക്കെ ഒന്ന് വാടിപ്പോയേനെ. പക്ഷെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ്, മഴ പെയ്ത ഒരു വെറ്റ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആട്ടോ. റീപോർട്ടിങ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമുള്ള ക്ലൈമറ്റ് ഇതുപോലെ. പിന്നെ ആ 2-3 ദിവസത്തേക്ക് ഇങ്ങനെ മഴയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് നന്നായി. ഇതുപോലെ എനിക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ബാൽക്കണി ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ചെടി ഇഷ്ടമാണ് താനും. എല്ലാം വാങ്ങിച്ചു കൂട്ടും. തുളസി, നമ്മുടെ വീട്ടിൽ തുളസി അത്യാവശ്യമല്ലേ. ഇപ്പം തുളസി ഉണ്ട്, പിന്നെ പനി വന്ന പനിക്കൂർക്ക ഉണ്ട്, പിന്നെ ഒരു ചെറിയ കരിവേപ്പിൻ്റെ തൈയുണ്ട്. ഇതൊക്കെ എല്ലാ വീട്ടിലും ആവശ്യമുള്ള സാധനങ്ങളല്ലേ. പിന്നെ ഇതുപോലെ കുറച്ച് ഫേൺസ്, കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, കുറച്ച് മണി പ്ലാന്റ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എല്ലാം അവിടെയൊക്കെ വാക്യൂം ക്ലീൻ ചെയ്ത് എല്ലാം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. എന്തൊരു സമാധാനം കിട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനം കിട്ടാറുണ്ടോ ഗാർഡനിങ് ചെയ്യുമ്പോൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗാർഡനിങ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര രസമാണ്. ഇച്ചിരി കഷ്ടപ്പാടാണ്, എന്നാലും കൈയൊക്കെ മണ്ണാ കയറും, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നല്ല രസമാണ്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം എൻ്റെ ബാൽക്കണി എങ്ങനെയുണ്ട്? ഇപ്പം റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മുട്ടയടിച്ച പോലെ ഇപ്പം ഉണ്ട്. പക്ഷെ അത് കുറച്ച് നാളുകൊണ്ട് കിളിച്ച് ശരിയാവും കേട്ടോ എല്ലാം.
അപ്പോൾ എൻ്റെ കൊച്ചുമോള് വന്ന് പറഞ്ഞു, ഓ അമ്മൂമ്മ എല്ലാത്തിനെയും മുട്ടയടിച്ചല്ലോ എന്ന്. അതുപോലെ എല്ലാം നീറ്റായി ഇരിപ്പുണ്ട്. ഇങ്ങനെ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിൽ എല്ലാത്തിനെയും കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ ബാൽക്കണി നല്ല സൂപ്പറായിട്ടിരിക്കും. അല്ലെങ്കിൽ കാട് പിടിച്ച പോലെ ഇരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല, കാട് പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പം ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ.